കോൺഗ്രസ് ഉണ്ട്, സംഘടനയുണ്ട്. ആ രൂപതയുടെ കീഴിലുള്ള സംഘടനയാണ്. ആ സംഘടനയെ അപകരം നയിച്ചുകൊണ്ട് പോകുവാൻ അതിന്റെ സെക്രട്ടറിക്കായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കണമെന്നും രൂപതയോട് എപ്പോഴും സ്നേഹവും ആദരവുമുള്ള ഒരു സാറിനെയായിട്ടാണ് ഞാൻ കണ്ടിരിക്കുക, സാറിന്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം നമ്മുടെ രൂപതയിലെ മാസ്റ്റർക്കെയായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പ്രത്യേകമായ കാരുണ്യം അദ്ദേഹത്തിന് ദൈവം നൽകിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാരുണ്യത്തെയും എല്ലാം സ്മരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് ഈ വേദിയിൽ ഇരിക്കുക. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ എല്ലാ വിജയങ്ങളും ആ കുടുംബത്തിന് ദൈവാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. ഒത്തിരി നന്മകൾ നിങ്ങൾ എല്ലാവരുടെയും നാമത്തിൽ ആശംസിച്ചുകൊണ്ട് പ്രത്യേകമായ കാര്യങ്ങൾ നമുക്കൊന്ന് ചേർന്ന് അർപ്പിച്ചുകൊണ്ട് നമുക്ക് ബഹുമറിയും എന്നുള്ള സ്തുതിപ്പ് നമുക്കൊന്നിച്ച് പാടാം. Thank you.
അടുത്തതായി പാടുപിടിക്കുന്നതാണ്.
Now I got your song, don't worry. No, totally. We'll need it for the future. ചിത്തിരമംഗലത്ത് തോമസ് ഏരിയാമ്മ ദമ്പതികളുടെ മകൻ കിടങ്ങൂരിടമുള്ള ചായശ്ശേരിയിൽ ജോസഫ് ഏരിയാമ്മ ദമ്പതികളുടെ മകൾ ഷാൻഡിയും തമ്മിൽ നിത്യപിതാവിന്റെ സാന്നിധ്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രസാദത്തോടുകൂടി ബഹുമാനപ്പെട്ട തോമസ് നാരായണ അച്ഛന്റെയും ബഹുമാനപ്പെട്ട പുതുക്കീൻ അച്ഛന്റെയും ബഹുമാനപ്പെട്ട അപ്പോയിന്റ്മെന്റ് അച്ഛന്റെയും സാന്നിധ്യത്തിൽ വിവാഹിതരാവുകയുണ്ടായി. അന്ന് മുതൽ ഇന്ന് വരെ ഇവരുടെ ജീവിതം പരസ്പരം സ്നേഹിച്ചും പലപ്പോഴും കലഹിച്ചും 25 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഈ 25 വർഷത്തിൽ 24 വർഷവും ഇവരുടെ കൂടെ ആയിരിക്കുക എന്നത് അവസരം ലഭിച്ചത് ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. ഈ 25 വർഷം ഇവർ ജീവിച്ചത് സഹിച്ചും പരിഹരിച്ചും ക്ഷമിച്ചും സ്നേഹിച്ചും എന്നും മറ്റുള്ളവരുടെ വിശ്വാസം കാത്തു സൂക്ഷിച്ചുമായിരുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വ്യക്തിത്വങ്ങളുടെ ഉടമകളാണ് പപ്പായും മാമയും എന്ന് പറയുന്നത് ഞാൻ അഭിമാനം കൊള്ളുന്നു. നല്ല മാതാപിതാക്കൾ എങ്ങനെയാവണം, നല്ല ദമ്പതികൾ എങ്ങനെയാവണം, നല്ല മക്കൾ എങ്ങനെയായിരിക്കണം എന്ന് ഇവരുടെ ജീവിതത്തിൽ നിന്നും സങ്കീർണതകളില്ലാതെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി കർത്തവ്യങ്ങൾ പാലിച്ച 2 അധ്യാപകരാണ്. പപ്പ നല്ലൊരു പ്രാസംഗികനാണ്. കോട്ടയം രൂപതയിലെ ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് പപ്പ എന്ന് പറയുന്നതിൽ യാതൊരു അതിശയോക്തിയും ഞാൻ കാണുന്നില്ല. മിഷൻ ലീഗിന്റെ കോട്ടയം രൂപത പ്രസിഡന്റ്, സംസ്ഥാന കമ്മിറ്റി മെമ്പർ എന്നീ നിലകളിൽ ജീവിതം ആരംഭിച്ച പപ്പ തന്റെ നേതൃത്വ പാഠവും കൊണ്ട് എത്തിച്ചേർന്ന ചുമതലകൾ നിരവധിയാണ്. ഇടവകയിൽ കൂടാരയോഗം പ്രസിഡന്റ് തുടങ്ങി അതിരൂപത ടീച്ചേഴ്സ് ഗിൽഡ് പ്രസിഡന്റ്, കോട്ടയം അതിരൂപത ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസ് വൈസ് പ്രസിഡന്റ്, കോട്ടയം അതിരൂപത പാസ്റ്ററൽ കമ്മിറ്റി മെമ്പർ എന്നീ നിലകളിൽ നമ്മുടെ രൂപതയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 30 വർഷത്തെ നീണ്ട അധ്യാപക ജീവിതം കൊണ്ട് ഇവർ പടുത്തുയർത്തിയത് ഒരുപാട് വിദ്യാർത്ഥികളുടെ അവരുടെ മാതാപിതാക്കളുടെയും സ്നേഹവും പ്രാർത്ഥനയുമാണ്. സാറിന്റെയും ഷാൻഡീച്ചന്റെയും മക്കൾ എന്ന വിശേഷണം എന്നും ഞങ്ങൾ ആസ്വദിക്കുകയുണ്ടായിട്ടുണ്ട്. ഇവർ പഠിപ്പിച്ച വിദ്യാർത്ഥികളുടെ സ്നേഹാന്വേഷണങ്ങൾ എന്നും ഉണ്ടാകാറുണ്ട്. എന്നും ഓർമ്മിക്കുവാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കണമെങ്കിൽ ആ അധ്യാപകർ അവരുടെ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനം വളരെ വലുതാകുന്നില്ല. സഭയിലും സമുദായത്തിലും എങ്ങനെയായിരിക്കണം എന്ന് കാണിച്ചു തരുന്നതിൽ നല്ല മാതാപിതാക്കൾ എന്ന നിലയിൽ ഇവർ എന്നും ശ്രദ്ധാലുക്കൾ ആയിരുന്നു. തെറ്റുകൾ തിരുത്തിയും നല്ലതിനെ അഭിനന്ദിച്ചും എന്നും ഇവർ ഞങ്ങളുടെ കൂടെയുണ്ട്. ജീവിതത്തിൽ എന്നും നല്ല സുഹൃത്തുക്കൾ കീഴിലിരിക്കുന്നതാണ് ഇവർ. നല്ല സുഹൃത്തുക്കൾ എന്നും ജീവിതത്തിൽ മുതൽക്കൂട്ടാണെന്ന് ഇവരുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഏതൊരു പുരുഷന്റെയും വിജയത്തിന് പിന്നിൽ ഒരു
മമ്മി പപ്പായ്ക്ക് കൊടുക്കുന്ന സപ്പോർട്ട് മാത്രം മതി. പപ്പയുടെ ഈ നേട്ടങ്ങൾക്ക് എല്ലാം കാരണം മമ്മിയുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ആണ് എന്ന് സപ്പോർട്ടുമാണ്. അമ്മ എന്ന സങ്കല്പം എത്ര പവിത്രമാണോ ആ പവിത്രത മുഴുവൻ ഒട്ടും ചോർന്നു പോകാതെ മമ്മിയുണ്ട്. ഒന്ന് കുരിശ് വെച്ച് സ്തുതി ചൊല്ലി മുത്തം കൊടുത്താൽ വീട്ടിലെ അസഹിഷ്ണുതകൾ പെട്ടെന്ന് ഇല്ലാതെയാകുന്ന അവസ്ഥ. അതാണ് ഞങ്ങളുടെ കുടുംബജീവിതം ഇത്രയും മനോഹരമാക്കുന്നത്. ഒരിക്കൽ കൂടി ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഈ വേദിയിലേക്ക് സ്വാഗതം അറിയിച്ചുകൊണ്ട് നമസ്കാരം.